പ്രീതി കൃഷ്ണ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ആരിയിൽ എൻഡ് നോട്ട് ഇടുന്നത് എന്നതാണ് നോക്കാൻ പോകുന്നത്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ആരിയിൽ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഷേപ്സ് ഒക്കെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കി. അതിൽ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള എൻഡ് നോട്ടാണ് കാണിച്ചത്. 3 ടൈപ്പ് എൻഡ് നോട്ട് ആരി വർക്കിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് കാണിച്ച സിമ്പിളായിട്ടുള്ള എൻഡ് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചെയിൻ എടുത്തു, ചെയിൻ ഇട്ട് പോവാൻ സെയിം ലെങ്ത്തിലായിരിക്കണം നമ്മൾ ചെയിൻ ഇടേണ്ടത്. പോയിന്റിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഈ നോട്ട് ഈ പോയിന്റിലെത്തുന്ന സമയത്ത് കുറച്ച് ലെങ്ത്തിൽ ചെയിൻ എടുക്കുക. അടിയിൽ നിന്ന് ത്രെഡ് വലിക്കാം, മുകളിലുള്ള ത്രെഡ് പിടിച്ചിട്ട് ലാസ്റ്റ് വന്ന ചെയിനിൻ്റെ അടുത്ത് തന്നെ നീഡിൽ പഞ്ച് ചെയ്തിട്ട് ഈ നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് വലിച്ചെടുക്കാം. ഇതാണ് ഫസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ബേസിക്കായിട്ട് ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന നോട്ടാണ്. ഇനി സെക്കൻഡ് ടൈപ്പ് നോക്കാം. നെക്സ്റ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ ഇട്ട് പോവുക. ഇതേപോലെ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാണുമ്പോൾ ഭയങ്കര ഈസി ആയി തോന്നുമെങ്കിലും ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്ത് തന്നെ ക്ലിയർ ആക്കി പോവുക. പോയിന്റിലെത്തി ഇനി ഈ ചെയിന് ലാസ്റ്റ് വന്ന ചെയിനിൽ നിന്ന് ലാസ്റ്റിലിട്ട ഈ ചെയിന് പിടിക്കുക. ഇതാണ് കൂടുതൽ പേരും ചെയ്യുന്ന ലോക്ക്. നമ്മുടെ റിവേഴ്സ് വന്നിട്ട് കാണിച്ചു തരാം. അവസാനം വരെ ചെയിന് ഇടുക. ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ നീഡിൽ പിടിച്ചിട്ട് ഈ ലാസ്റ്റ് വന്ന ചെയിന് ജസ്റ്റ് വെച്ച് ഒന്ന് ലോക്ക് ഇട്ടു. ഈ 2 ടൈപ്പ് ഓഫ് ലോക്ക് എൻഡ് നോട്ട് അല്ലാതെ ആരി വർക്കിൽ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് എൻഡ് നോട്ട് ഇടുന്നതെന്നാണ് അടുത്ത കാണിക്കാൻ പോകുന്നത്. അത് നമ്മൾ ചെയിൻ ഇട്ട് തുടങ്ങാം. അവസാനം എത്തുന്ന സമയത്ത് ഈ ലാസ്റ്റത്തെ ചെയിന് കഴിഞ്ഞ് ഒരു ചെറിയൊരു ലോക്ക്, ഞാൻ പറഞ്ഞ ചെറിയ ലോക്ക് കൂടി ഇടുക, അതായത് ചെറിയ ചെയിന്. എന്നിട്ട് ഒരു ലൂപ്പ് ഫോം ആവും. ഇത് ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയും. ഇനി ഈ നീഡിൽ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാതെ അടുത്ത് തന്നെ നമ്മൾ എവിടെയാണോ ആ ലോക്ക് ഇട്ടത് അതിനടുത്ത് തന്നെ നീഡിൽ പഞ്ച് ചെയ്ത് ഒരു ലൂപ്പും കൂടെ എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മളെടുത്ത ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം സെക്കൻഡ് ലൂപ്പ് എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് ലൂപ്പ് എന്തായി, ചെറുതായി, സെക്കൻഡ് ലൂപ്പ് വലുതായി. ഇനി ഫസ്റ്റ് ലൂപ്പ് ജസ്റ്റ് നീഡിലും കൊണ്ട് പിടിക്കുക.
ഈ സെക്കൻഡ് ലൂപ്പിൽ ഉള്ളിൽ തന്നെ നീഡിൽ വെച്ചിരിക്കുന്നത്, അത് മാറ്റരുത്. ഫസ്റ്റ് ലൂപ്പ്, അതായത് ഈ ചെറുതായ ലൂപ്പിലേക്ക് നീഡിൽ ജസ്റ്റ് ഒന്ന് പിടിക്കുക. ആ ത്രെഡ് പിടിച്ച് വെച്ചിട്ട് അടിയത്തെ നൂല് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ എന്താവും, ഈ ലൂപ്പ് താഴെ ത്രെഡ് വലിക്കുന്നതിനനുസരിച്ച് ലൂപ്പ് ചെറുതാവും. ഇതുപോലെ ഫസ്റ്റ് ടൈമിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ത്രെഡ് കാണാം. അത് എന്ത് ചെയ്യുക, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഉള്ളിലേക്ക് പോയിക്കോളും. ഒരു തവണയും കൂടെ കാണിച്ചു തരാം. ചെയിൻ ലാസ്റ്റ് ഇടുക. അതിനുശേഷം ചെറിയൊരു ലോക്ക് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലൂപ്പ് ഫോമായി. അതിനടുത്ത് തന്നെ ഒരു സ്റ്റിച്ച് കൊടുത്ത് സെക്കൻഡ് ലൂപ്പ് എടുക്കുക. അത് ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം എടുക്കാൻ. അതിനുശേഷം സെക്കൻഡ് ലൂപ്പ് വലുതായി, ഫസ്റ്റ് ലൂപ്പ് ചെറുതായി. ഈ ചെറുതായ ഫസ്റ്റ് ലൂപ്പ് എന്ത് ചെയ്യുക, നീഡിൽ വെച്ചൊന്ന് പിടിച്ചു കൊടുക്കുക. ദെൻ അടിയത്തെ ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ എന്താവും, നോട്ട് അവിടെ വീഴും. ഇതാണ് ശരിക്കും ആരി എൻഡ് നോട്ട് എന്ന് പറയുന്നത്. നോട്ട് മാത്രം ഒന്ന് കാണിച്ചു തരാം. ത്രെഡ് മുകളിലേക്ക് എടുക്കുക. അതിൻ്റെ ഉള്ളിൽ നീഡിൽ വെച്ചിട്ട് അടുത്ത് തന്നെ ഒരു ത്രെഡ് ചുറ്റിയിട്ട് ഒരു ലൂപ്പും കൂടി എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലൂപ്പ് ചെറുതായി, സെക്കൻഡ് ലൂപ്പ് വലുതായി. ഫസ്റ്റ് ലൂപ്പ് നീഡിൽ വെച്ച് പിടിച്ചിട്ട് താഴ്ന്ന് ത്രെഡ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ ലോക്ക് വീഴും. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എൻ്റെ നോട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴേ കറക്റ്റ് ഫിനിഷിങ്ങിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെയുള്ള ആരി ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും സപ്പോർട്ടും സ്നേഹവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.